ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം ലെജൻഡ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. അന്ന് നമ്മൾ വേറെ ഒരെണ്ണം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിതല്ല. ഇത് വേറെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടി രസമാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ 3 മോഡ്സാണുള്ളത്. സെക്യൂരിറ്റി ആയിട്ട് കളിക്കാം. എല്ലാം ഓരോ ഇതുണ്ട്. സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മൂന്നാമത്തെ ഇതുണ്ടോ, ഇത് അവരെ പിടിക്കണം നമ്മുടെ ഡ്യൂട്ടി. അവരെ മൊത്തം വെടിവെച്ചിടണം. ഇവർക്കും ഗൺസ് ഉണ്ടാവും. പിന്നെ ഈ എൻജിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസൊക്കെയാണ്. ടൂൾസും പിന്നെ നമുക്ക് ഓരോ സിസ്റ്റം ഇങ്ങനെ ശരിയാക്കുകയൊക്കെ ചെയ്യാം. എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമ്മളിപ്പോൾ മറ്റേ എൻജിനീയറാണ് എടുക്കണത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ശരിയാക്കുവാണ് വേണ്ടത്. അല്ലാണ്ട് നമുക്കിത് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇവനെ നമ്മളെ കൊല്ലാൻ പറ്റും, പക്ഷെ സെക്യൂരിറ്റിക്ക് നമ്മളെ കൊല്ലാൻ പറ്റില്ല. അവൻ പെട്ടു. അയ്യോ, ജമ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, കാരണം അവരുടെ വെടി മൊത്തം കൊള്ളൂല സെക്യൂരിറ്റി. നമ്മുടെ ഡ്യൂട്ടി ഇതൊക്കെ ശരിയാക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നിയമം ശരിയാക്കുകയല്ല, നമ്മളിന്ന് ഡിസ്ട്രോയ് ചെയ്യാം നമുക്ക്. പക്ഷേ ഡിസ്ട്രോയ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും, അതാണ് ഡിസ്ട്രോയ് ചെയ്യണത്. അപ്പോൾ അതിനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും വേറെ പ്ലെയേഴ്സ് ഒന്ന് ശരിയാക്കും. അതാണ് പ്രശ്നം. ഇത് ഗ്രില്ലുണ്ടാക്കണ്ടേ, അത് മറ്റേ അവരുടെ പേരെന്തായിരുന്നു, മറ്റേ ഈ ആദ്യം നമ്മളെ കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരില്ലേ, ഇവിടെയാണ് മറ്റേ ജനറേറ്റർ ഉണ്ടാകുന്നത്. കറക്റ്റ് ഓഫാണോ? അതെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുവാന്ന് തോന്നുന്നു. ചിലവന്മാരുണ്ട്, അവന്മാർ ചുമ്മാ എന്നിട്ട് പവർ സ്വിച്ച് ഓഫ് ചെയ്യും. അന്നേരം ഒന്നും കാണാൻ പറ്റൂല. പക്ഷെ ഈ ടോർച്ചിനാണെങ്കിൽ വെട്ടമില്ല. അന്നേരം ഇതൊക്കെ ഓരോ ലിവറാണ്. ഞാനിപ്പോൾ ഇത്ര വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ പുറകോട്ടേക്ക് നോക്കിയത്. ഇതാണ് കൂളിംഗ് സിസ്റ്റം. അല്ല, ഇത് ഫ്ലോ കൺട്രോളാ. ഇതിൻ്റെ കൺട്രോൾ കണ്ടോ, അത് അവന്മാർ ഓഫ് ചെയ്ത് ആരാണ്ട്. ഇത് നമുക്കിതൊക്കെ ഇങ്ങനെ ശരിയാക്കാൻ പറ്റും, പക്ഷെ അത് വേറെ പ്ലേയേഴ്സിനും പറ്റില്ല. ശരിക്കും സെക്യൂരിറ്റിക്കൊന്നും പറ്റും, മറ്റേതിനും പറ്റില്ല. ഇത് ഫയർ വലിക്കുമ്പോൾ തന്നെ ഈ ടൈമർ ഉണ്ടോ, അത് ചെറിയ ഡാമേജ് ഉണ്ടാക്കുന്നൊരു എക്സ്പ്ലോഷൻ പോലെ സംഭവം. അത് അപ്പോഴത്തേക്കും അമ്മമാരൊന്ന് ശരിയാക്കും. അതിൻ്റെ അത് കൂളിംഗ് സിസ്റ്റം ഡാമേജ് ആക്കാൻ നോക്കിയാൽ മതി, അപ്പോൾ ഇതെല്ലാം പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 200 ആവാറായി. എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിയേക്കാം. കണ്ടോ ടൈമർ വന്നു. ഇത് ചുമ്മാ ഈ സ്ക്രീനിൽ നിൽക്കുന്നത്. ഇവിടെ ഇതാണ് മറ്റേ ഇത്. അയ്യോ, കോർ ആക്സസ്. അവിടേക്ക് ചെല്ലണമെങ്കിൽ ഇവിടെ ഒരു സ്യൂട്ടൊക്കെ ഉണ്ട്. ആ സ്യൂട്ട് എടുക്കണം. ഈ സ്യൂട്ട് ഇവരെടുക്കണം. ന്യൂക്ലിയർ റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഗെയിമാണ്. ഈ ഒരു വടിയ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാകുമ്പോൾ ഇനി ഇത് ശരിയായി. ചില സമയത്ത് ഇതാണ്. തുറന്നു.
കുറച്ച് സമയം എടുക്കുക തുറന്നു വരാൻ. എന്താന്ന് വെച്ചാൽ ആരുമില്ല, ആരുമില്ല. അപ്പോൾ ചുമ്മാ ഒരു ഇതാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി തുറക്കും. നമ്മളിനി എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇപ്പോൾ കൂടുന്നുണ്ടല്ലേ. മാക്സിമം ടെമ്പറേച്ചറൊക്കെ ചെമ്പി പക്ഷേ നമുക്കത് പിന്നെ സെക്യൂരിറ്റി ആവുന്നേ. സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് നേരം എല്ലാവരെയും വെടിവെച്ച് അതുകൊണ്ട് നമുക്ക് എൻജിനീയർ ആവാം. അയ്യോ ടീം ഫുൾ ഇതാ മറ്റേ എനിമി. നമുക്കിനി മറ്റേ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകാൻ പറ്റും. നമുക്ക് മറ്റേ സെക്യൂരിറ്റിക്ക് എത്രയാ? 2 ഗണ്ണും പിന്നെ ഒരു സ്വോർഡുമാണ്. മറ്റേ ആ ലാസ്റ്റ് സ്വോർഡ് എൻജിനീയറിൻ്റെ ഇതിലുണ്ടല്ലേ, ആ സ്വോർഡ്. പക്ഷേ പവർ ഔട്ട്. ഇപ്പോൾ ഇതാണ് പ്രശ്നം. ഓരോരുത്തന്മാർ ചുമ്മാ വന്നിട്ട് ഓഫ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് തന്നെ കംപ്ലൈൻ്റ് ആവും. ഒന്നും കാണാൻ പറ്റില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളതിന് ഒരു ഊഹം വെച്ചങ്ങ് പോകണം. ഒരു റൂമുണ്ട്, ആ റൂമിലിട്ട് ചെല്ലാൻ പറ്റും. അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ചുമ്മാ ഈ ബങ്കറൊക്കെ കയറി പോവാം. അയ്യോ, അല്ല അവനെ നമുക്ക് കൊല്ലണ്ടേ? നിൽക്കടാ അവിടെ. അവന്മാര് ശരിയാക്കുമായിരുന്നു. നമ്മളാണ് നിൽക്കുന്നത്. അത് എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് അവനെ അടിച്ചിടാം. സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാറില്ല. ഇത് ഇങ്ങനെ വരുമ്പോൾ ബോറടിക്കും. അയ്യോ, നമ്മുടെ ആളല്ലേ. ഹാൻഡ്സ് അപ്പ്. സെക്യൂരിറ്റി ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുമോ? ഹലോ ബ്രോ. ഹാൻഡ്സ് അപ്പ്. ഓ, യു റീലോഡ്. യു
അയ്യോ, നമുക്കപ്പോൾ ഇനി എൻജിനീയർ തന്നെയാവാം. നമുക്കല്ലെങ്കിൽ അതിപ്പോൾ ശരിയാക്കാൻ ഇച്ചിരി പാടായിരിക്കും. തുറക്ക്. എന്താ ബഗ്ഗാണോ? തുറക്ക്. നമുക്ക് വടി പിടിച്ചോണ്ടോ? ചിങ് ചിങ്. തുറക്ക്. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റൂം കണ്ടുപിടിക്കാൻ പറ്റുള്ള. അയ്യോ, ആ വഴി തന്നെയായിരുന്നു മറന്നുപോയി. ഈ വഴിയായിരുന്നു തോന്നുന്നു ഓർമ്മ. ഈ വഴി നേരെ പോകുമ്പോൾ പവർ. ഇവരോട് ഉണ്ടായിട്ടൊന്നും ശരിയാക്കാത്ത. ഇവന് സെക്യൂരിറ്റിയാ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിത് എപ്പോഴും ഇട്ടാറുണ്ട്. എന്താ ഇവൻ വട്ടാണോ? ചെരുപ്പൊക്കെ ഓണാവും. സ്റ്റോണാവുള്ള. ഓണാവുന്നതെന്താ? കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഒന്നും കാണാൻ പറ്റില്ല. ഇനി ഈ വഴി നേരെ പോകുമ്പോഴുണ്ട് കൺട്രോൾ റൂം. കൺട്രോൾ റൂമിൽ കയറിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. കിട്ടി വഴി കിട്ടി. അയ്യോ, വേഗം തുറ. ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് കറണ്ട് ഓൺ ആക്കണം. അപ്പം നമ്മളിത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചുമ്മാ ചെയ്തേക്കാം. ഇവിടെ കണ്ടൊരു കൺട്രോൾ റൂം. കിട്ടി കൺട്രോൾ. ഇവിടെ കയറി സ്വിച്ച് ഇടാം. ഫോൺ. ഈ സെർവറിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. തുറക്കുന്നു. നമുക്കിനി അവിടെ പോകും. ഫുള്ള് പോയി കിടക്കുമെന്ന് തോന്നുന്നു.
നേരെ പോയിട്ട് ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ചെയ്യാനുണ്ടോ? എനിക്ക് കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിട്ടി. ഓ, എന്താ തുറക്കാത്തെ? ആരോടെങ്കിലും നോണക്കം പറഞ്ഞു. ആരെങ്കിലും ആരും ഒന്നും ചെയ്യണം. അയ്യോ, പവറില്ല ആണ് തോന്നുന്നത്. പവറില്ലാണ്ട് ഒന്നും നടക്കില്ല. ഓ, ഫൈനലി തുറന്നു. അല്ല, അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്തായി, കാരണം നമുക്കത് ഓണാക്കണം. ഇത് കുറച്ച് സമയം എടുക്കും. തുറക്ക്. നമ്മളിനി എങ്ങോട്ടാ പോണ്ടേ? എനിക്കറിയില്ല. വേറൊരു കൺട്രോൾ റൂമും കൂടി ഉണ്ട്. അല്ല, കൺട്രോൾ റൂമല്ല, ഒരു പവർ സപ്ലൈയുടെ ഇതുണ്ടായിരുന്നു. സെക്യൂരിറ്റി അല്ലേ ഇത്? ഇത് എവിടെയാന്ന് മനസ്സിലാവണം. ഇവിടെ അല്ല. നമുക്കിപ്പോൾ വേഗം ആ കൺട്രോൾ റൂം തപ്പാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ആരുമില്ലേ? ഇവിടെ തന്നെ എവിടെയായാലും ആയിരിക്കും കംപ്ലൈൻറ്റ്. അവിടെ ഓണാക്കിയത്.
ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യ ഇമാര് റീസെറ്റ് ചെയ്യാം. ശരിയാവും നോക്കട്ടെ. സെർവർ മാറുമോ? സെർവർ മാറിയത് നല്ലായിരുന്നു. സെർവർ മാറിയില്ല. അയ്യോ അത് തന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തില്ലായിരുന്നോ? ആദ്യം ലാസ്റ്റ് കൺട്രോൾ ഇപ്പം ലാസ്റ്റ് റൂമിൽ കയറിയില്ലേ, ആ റൂമിൽ ഞാൻ പിന്നെയും ഇത് ആക്ടിവേറ്റ് ചെയ്തായിരുന്നു. അതാ മോളെ ടൈമർ കാണിച്ചത്. അത് സിസ്റ്റംസിനെ ഡാമേജ് ചെയ്തു. പിന്നെ അങ്ങനെ കുറേ എണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ഡാമേജ് ആവണം സിസ്റ്റം. ചുമ്മാ ബങ്കറാണ്. ഈ ഒരു സ്യൂട്ട് സെറ്റായി. ഞാൻ ഇത്ര നേരം വിചാരിച്ചു ഇതെന്താ പറ്റിയത്. അയ്യോ ബഗ്ഗടിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, ഈ സാധനം. ഇവൻ അന്നേരം തൊട്ടൂടെ കിടന്ന് പണിതോണ്ടിരിക്കും. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. ഈ സാധനമാണ് പവർ കട്ട് ഉണ്ടാക്കുന്നത്. ഇത് ബാക്കപ്പാന്ന് തോന്നുന്നു. സാധാരണ ഇത് താത്തി ഓഫ് ആവേണ്ടതാണ്. ഇതാണോ അത് നമ്മൾ താഴെ കോർ ഇതെന്ന് പറഞ്ഞില്ല, കോർ ആക്സസിൽ കയറിയില്ലേ, അത് തീരുന്നു. തുറന്നെടുക്കുക. അതിൻ്റെ അകത്തുള്ള എല്ലാവരും പെട്ടു. മൊത്തം പൊളിഞ്ഞാടി. നമുക്ക് തിരിച്ചോണം. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. പക്ഷേ മീൻ കട്ടായി. മീൻ ഓണാവണില്ല ഗൈസ്. നമുക്ക് നേരെ മറ്റേ ഏതെങ്കിലും ഒരു മുറി പോവാം. അല്ല, മറ്റേ പൊളിഞ്ഞടിയത് ഞാൻ കാണിച്ചു തരാം. ബാക്കപ്പ് എടുക്കുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഈ വഴിയല്ലേ. ഇതായിരിക്കും കംപ്ലൈൻറ്റ്. ഇനി എന്താ വേണ്ടത്? ഞാൻ അത് കാണിച്ചു തരാം.
ഇത് ഇച്ചിരി സ്പീഡിൽ നടക്കാൻ പറ്റുമായിരുന്നല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചധികം ലെങ്തായി. നമ്മളൊക്കെ ഒന്ന് മുമ്പിൽ നിന്ന് മാറുമോ? അയ്യോ, പോവൂ. ഇവിടെയല്ലേ സ്റ്റോറേജ്? സ്യൂട്ട് ഇടണം. ഇതെന്ത് അയ്യോ, എന്തോ ഒരു സമയം നടന്നെത്താനാ കുറേ സമയം അവിടെ. ഇത് വർക്ക് ചെയ്യില്ലായിരിക്കും. ബാക്കപ്പ് ഇട്ടില്ല കണ്ടോ? അത് നമ്മളെ സാധാരണ ഇട്ട് നമ്മളെ അങ്ങനെ കിക്ക് ചെയ്യും. അത് നമ്മളെ ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനെ കിക്ക് ചെയ്യും. അത് നമ്മുടെ ഇതൊന്നുമല്ല, പ്രശ്നമൊന്നുമല്ല. അത് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി അത്രേ ഉള്ളൂ. അത് പൊട്ടിത്തെറിച്ചാൽ പിന്നെ അത് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയ്ക്ക് വെച്ച് നമ്മളെ കിക്ക് ചെയ്യണേ. അതല്ലാണ്ട് ആരെയും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് കളിക്കുകയാണ്. നമ്മൾ ന്യൂക്ലിയർ അത് ബ്ലാസ്റ്റ് ചെയ്യിച്ചു. ന്യൂക്ലിയർ അല്ല, അത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യിച്ചു. ഇപ്പം അത് മൊത്തം ശരിയായി. അതേ പിന്നെ കറണ്ട് ഓഫ് ചെയ്താൽ അത് നമുക്ക് തന്നെ കറണ്ട് ഓഫ് ചെയ്താലോ? അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ ഇനി എൻജിനീയർ ആവണം കറണ്ട് ഓഫ് ചെയ്യും. നമ്മളിനി സെക്യൂരിറ്റിയാണ്. കൊട്ടും നമുക്ക് ഈ 2 തോക്കുള്ളൂ. ഇനി സോഡ് ടിങ്. അയ്യോ. ആഹാ, നമുക്ക് എന്തെങ്കിലും പണിയാൻ പറ്റുമോ നോക്കാം. ഉണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇതെനിക്ക് പറ്റുമോ? ഇത് പറ്റുമായിരിക്കും. ബെസ്റ്റ്. കൺട്രോൾ റൂമിലേക്ക് ബാക്കപ്പ് വിളിക്കാം. വരുമെന്നുള്ള ചിലരൊക്കെ വരും. അയ്യോ. എൻ്റെ പൊന്നെ, ഓ, എവിടെ നോക്കിയാ അടി കൊണ്ടേ? ഫസ്റ്റ് ഓ, പവർ ഔട്ടേജ്. ദേഷ്യം ഒരു സാധനം. പവർ ഔട്ടേജ് എവിടെയാ?
ഇത് ഒരു സമയം എടുക്കും, പെട്ടെന്ന് ഉറക്കും പക്ഷെ. ഓ, ബ്രോക്കളി. ചുമ്മാട്ടെ. ഞാൻ അവന്മാരാരും അങ്ങോട്ട് വരണ്ട. ഇവിടെയൊക്കെ ചെക്ക് ചെയ്തേക്കാം. ബാക്കപ്പായോ? അത് തന്നെ. ഓ, ദേ പിന്നെ ഓഫ് ചെയ്തു അവന്മാര്. പെട്ടെന്ന് അവിടെ പോയി കയറി നമ്മൾ. അയ്യോ, ചത്ത്. അപ്പുറത്തെ ടീമായിരുന്നല്ലേ? എടോ, അപ്പോൾ നമ്മളിനി കയറി അടിക്കാം. ഇപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ, ഇപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് 200 ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.